നീ എഴുതി വെച്ചോ. 1 മാസത്തിനകം നിന്നെയും നിന്റെ വേലക്കാരി അമ്മയും ഞങ്ങളുടെ വീട്ടിൽ ഞാൻ പുറത്തു ചാടിക്കും. ഒരു മിനിറ്റ്. എന്റെ അച്ഛനെ സാറ് കണ്ടുപിടിച്ചു തരും. അതുവരെ ഞാനും എന്റെ അമ്മയും അവിടെ തന്നെ കാണുകയും ചെയ്യും. ഇത് മുത്തു ഓർത്തു വെച്ചോ. ചലഞ്ച് ആണോ? ചലഞ്ച്. നിന്റെ വയ്യായികയൊക്കെ മാറിയോ? ഒരു കുഴപ്പമില്ലാതെ നീ ഇതിലൂടെ ഓടിച്ചാടി നടക്കുന്നത് കാണാഞ്ഞിട്ട് ചോദിക്കുന്നതൊന്നും അല്ല. സത്യം നിന്റെ വായിൽ നിന്ന് തന്നെ വീഴട്ടെ എന്ന് കരുതി ചോദിച്ചതാ. പിന്നീട് മാറ്റി പറയരുതല്ലോ. എനിക്ക് കുഴപ്പമൊന്നുമില്ല. എനിക്കൊരു സൂപ്പ് വേണം. സൂപ്പോ? എന്താ കേട്ടിട്ടില്ലേ? അയ്യോ, അവിടെ അത്ര ആയല്ലോ. മനുഷ്യരാ, അബദ്ധമൊക്കെ സംഭവിക്കാം. വലിയ ആനക്കാര്യം ഭാവിക്കാതെ നീ ഇവിടെ അങ്ങ് തുടച്ചിട്ടാ മതി. പറഞ്ഞത് മനസ്സിലായല്ലോ? ഹോട്ട് ആൻഡ് സോർ സൂപ്പ് വേഗം വേണം. അതെ, എനിക്ക് സൂപ്പൊന്നും ഉണ്ടാക്കാൻ അറിയില്ല. ഒരു തവണ ഒന്ന് ഉണ്ടാക്കി കാണിച്ചെന്നാ മതി. പിന്നെ ഞാൻ തന്നെ ഉണ്ടാക്കിക്കൊള്ളാം. ഓഹോ, നീ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. സൂപ്പ് വേണമെങ്കിൽ ഞാനിപ്പോ തനി അടുക്കളയിൽ കയറിക്കോളാൻ. അപ്പൊ പിന്നെ നിനക്ക് എന്താടി ഇവിടെ പണി? ഞാൻ ഉണ്ടാക്കുന്നത് കണ്ടോണ്ടിരിക്കലോ. നീരജ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഞാൻ ഉണ്ടാക്കി തരില്ലെന്നല്ലല്ലോ പറഞ്ഞത്. എനിക്കറിയില്ലാത്തൊരു സംഗതി ആയതുകൊണ്ട് കാണിച്ചു തരണമെന്നല്ലേ പറഞ്ഞുള്ളൂ. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ വഴക്കിടുകയും ദേഷ്യപ്പെടുകയൊന്നും ചെയ്യരുത് നീരജ. നിങ്ങളൊക്കെ നീ എന്നെ പഠിപ്പിക്കാണോ? അല്ല. എന്താ നീരജ പ്രശ്നം? അയ്യോ സൂക്ഷിച്ച്. എന്നെ ഇത് ആരാ? എന്താ പ്രശ്നം? കഷ്ടകാലത്തിന് എനിക്കിന്നൊരു സൂപ്പ് കുടിക്കണമെന്ന് തോന്നി ഭരത്തെ. ഞാൻ ഇവിടുത്തെ കൊച്ചമ്മയോട് പറഞ്ഞു, വേണമെങ്കിൽ ഉണ്ടാക്കി കുടിച്ചോളാൻ അവള് പറയുന്നത്. പോരാത്തതിന് ഒരു ലോഡ് ഉപദേശവും. അങ്ങനെയൊന്നുമല്ല. എനിക്കറിയാത്തൊരു വിഭവം ആയതുകൊണ്ട് ഉണ്ടാക്കി കാണിച്ചു തരാമോന്ന് ചോദിച്ചു, അത്രയല്ലേ ഉള്ളൂ. നിനക്കറിയില്ലെങ്കിൽ യൂട്യൂബിലോ മറ്റോ നോക്കണം. എനിക്ക് അങ്ങനെ ഫോൺ ഉപയോഗിച്ചൊന്നും നിശ്ചയില്ല. അതെ, നീരജ പറഞ്ഞ സൂപ്പ് അരമണിക്കൂറിനുള്ളിൽ ഉണ്ടാക്കി കൊടുത്തോണം. പറ്റോ? ഇല്ല. നീ ഭരത്തിനോട് ധിക്കാരം പറഞ്ഞു തുടങ്ങിയോ? നിന്നെ ഞാൻ എന്താ നീരജ, ശ്രദ്ധിച്ച് നടക്കണ്ടേ? തറയിൽ എണ്ണ വീണ് കിടക്കുന്നത് കണ്ടൂടെ? ഞാൻ തുടക്കാൻ പറഞ്ഞത് ഇവളോട് കേൾക്കണ്ടേ? എന്താടി നിനക്ക് പറഞ്ഞാ കേട്ടൂടെ? എന്ത് കാര്യം ചെയ്യാനും ഇത്തിരി സമയമൊക്കെ വേണം. നിഷേധം മാത്രമേ ഇവള് പറയൂ. ഇവളുടെ ചെകിട്ട തൊരെണ്ണം കൊടുക്ക്. മാറിക്ക്. എന്താടി? എന്റെ ദേഹത്ത് തൊടരുത്. മാറി നിക്ക. തൊട്ടുപോകരുത് അവളെ. നിനക്കെന്താ അടുക്കള കാര്യം? അത് പിന്നെ അളിയാ ഇവള് പറഞ്ഞാട്ടില്ലേ? എന്ത് പറഞ്ഞാലും രാധികയുടെ നേർക്ക് കൈ ഉയർത്തേണ്ട കാര്യം നിനക്കില്ല. അതെന്താ? ഈ വീട്ടിലെ ജോലിക്കാരിയേക്കാൾ താഴെയാണോ ഭരത്തിന്റെ സ്ഥാനം? നീരജയോട് സംസാരിക്കേണ്ട കാര്യം തൽക്കാലം എനിക്കില്ല. നടന്നല്ല നീ കേട്ടില്ലേ കാവ്യ? രാധികേ, നീരജ് ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റില്ല എന്ന് രാധിക പറഞ്ഞോ? സൂപ്പ് വേണമെന്ന് ആവശ്യപ്പെട്ടു. ഉണ്ടാക്കേണ്ട വിധം പറഞ്ഞു തന്നാ ഉണ്ടാക്കാന്ന് ഞാനും പറഞ്ഞു. അഹങ്കാരല്ലേ ഇത്? മാത്രമല്ല തറയിൽ മുഴുവൻ എണ്ണ കോരി ഒഴിച്ചിരിക്കുക.
ഞാനും നീരജെ തലയടിച്ച് വീഴാഞ്ഞത് ഭാഗ്യം കൊണ്ടാ. എണ്ണ മറിച്ചത് നീരജ തന്നെയാ. നീരജെ, രാധികയ്ക്ക് സൂപ്പ് ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ നിനക്കത് പറഞ്ഞു കൊടുത്തൂടെ? ഞാൻ ഇവിടുത്തെ മരുമകളാ, അല്ലാതെ അടുക്കളക്കാരിയൊന്നും അല്ല. നാളെ മുതൽ രാധിക ഇവിടെ ഇല്ലെങ്കിലും അതൊക്കെ അപ്പോഴല്ലേ, അപ്പൊ നോക്കാം. നിന്റെ ഭർത്താവ് ഭരത്തിന് നേർക്ക് വഴക്കിന് പോയതോ? ഞാൻ കാണുമ്പോൾ രാധികയുടെ നേർക്ക് കൈ ഓങ്ങി നിൽക്കുകയായിരുന്നു ഭരതൻ. ഞാൻ വിളിച്ചില്ലെങ്കിൽ രാധിക അവൻ അടിച്ചേനെ. അത് പിന്നെ എതിര് പറഞ്ഞാ പിന്നെ ഉടനെ നീ അടിക്കോ? സ്ത്രീകളുടെ നേർക്ക് കൈ ഉയർത്താൻ ആരാടാ നിനക്ക് അവകാശം തന്നത്? നീ എന്താ കവി ഇവരെ കുറ്റക്കാരാക്കുവാണോ? ഇവർ തന്നെ അമ്മയെ കുറ്റക്കാര്. അതുകൊണ്ട് തന്നെ ഞാനൊരു തീരുമാനം എടുക്കാണ്. ഇന്നത്തെ ദിവസം ഈ വീട്ടിൽ എല്ലാവർക്കും വേണ്ട ഭക്ഷണം നീരജ ഉണ്ടാക്കണം. അതെന്തിന്? രാധിക ഉണ്ടല്ലോ ഇവിടെ. ജോലിക്കാരിയുള്ളപ്പം നീരജ കയറേണ്ട കാര്യമില്ലല്ലോ. രാധിക ഇവിടെ ഉള്ളതാണോ നീരജയ്ക്ക് അടുക്കളയിൽ കയറാൻ തടസ്സം? അത് ഞാൻ മാറ്റിത്തരാം. രാധികേ, രാധിക ഇവിടെ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയോ? ഇതുവരെ ചെയ്യുന്ന ജോലിക്ക് രാധികയ്ക്ക് ഞങ്ങള് ശമ്പളം തന്നിട്ടില്ല. അയ്യോ, ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അത് രാധികയുടെ ഇഷ്ടം. പക്ഷെ ഈ വീട്ടില് രാധിക ഒരു ജോലി ചെയ്തിട്ട് ശമ്പളം തരാതിരിക്കാൻ എനിക്ക് പറ്റില്ല. കൃഷ്ണ, ഇത് രാധികയുടെ ശമ്പളം. താങ്ക് യു സർ. ഇന്ന് രാധികയ്ക്ക് അവധി ദിവസമാണ്. ഇഷ്ടമുള്ളത് എന്തും ചെയ്യാം. ഞാൻ എന്ത് ചെയ്യാനാ? ശമ്പളം കൊണ്ട് മണിക്കുട്ടിക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്ക്. പിന്നെ വേണമെങ്കിൽ ക്ഷേത്രത്തിൽ പോകാം, പ്രാർത്ഥിക്കാം. ഞാനും പ്രാർത്ഥിക്കുന്നുണ്ട് രാധികയുടെ കണ്ണേട്ടനെ വേഗം കണ്ടുപിടിക്കാൻ. എന്നിട്ട് എന്റെ കൈകൊണ്ട് തന്നെ ഒരു താലിമാല എടുത്തു തന്ന് നിങ്ങളുടെ കല്യാണം നടത്തണമെന്നുള്ളതാ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം.